ഞങ്ങൾ ചൂണ്ടിടാൻ വന്നേക്കാണ്. കുറച്ച് ദിവസമായി ചൂണ്ടിടാൻ വന്നിട്ട് അതിൽ പോൾ റോഡുണ്ട്, പിന്നെ റോഡും റീലും ഉണ്ട് വരാലിനെയൊക്കെ പിടിക്കാൻ. ഞങ്ങളുടെ റോഡ് റീലും ഇങ്ങനെ ആയുണ്ട്, അതൊന്ന് ശരിയാക്കണം. റോഡ് റീലും സെറ്റായുണ്ട്. ഇതാണ് ഞങ്ങളുടെ ചൂണ്ടയുടെ മെയിൻ പ്രശ്നം. ഒന്ന് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ആവും. ഇവിടെ ഒരു വരാൽ നിൽക്കുന്നുണ്ട്, കുഞ്ഞിതാണ്. നമ്മളെ ഈ റോഡ് റീലിൽ അടിക്കണ സൈസല്ല. കാണാൻ പറ്റണില്ല. ഗൈസ് ഇത്ര നേരം കാസ്റ്റ് ചെയ്തിട്ട് തവള മാത്രം അടിക്കണ്ട്, വേറെ ബ്രാലിനൊന്നും കണ്ടില്ല. ഗൈസ് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, അവന്മാരിനെ കാണാനുള്ള. അവന്മാർ എവിടെയോ ചൂണ്ടിടാൻ പോയേക്കാണ്. ഇവിടെ ഒരു ചെറിയൊരു ബ്രാലിനെ കണ്ട്. പോൾ റോഡിൽ കിട്ടുള്ളൂ, ഫ്രോഗിൽ കിട്ടൂല. അവന്മാരാണെങ്കിൽ പോൾ റോഡും കൊണ്ട് അപ്പുറത്തൊരു കുളമുണ്ട്, അവിടെ ചൂണ്ടിടാൻ പോയേക്കാണ്. ഗൈസ് മച്ചാന്മാർ വന്നിട്ടുണ്ട്, പോൾ റോഡും കൊണ്ട് വന്നിട്ടുണ്ട്. ആ ബ്രാലിനെ കിട്ടുമെന്ന് നോക്കാം. ഗൈസ് ഞങ്ങൾ വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു മീനും ഇതുവരെ കിട്ടിയില്ല. ഗൈസ് ഇവിടെ കുറേ കോലുണ്ട്, അതിനെ പിടിക്കാനുള്ള പരിപാടിയിലാണ്. അതിനെ പിടിക്കണമെങ്കിൽ ചെറിയ മീനെ ചൂണ്ടയിൽ കുളത്തിടണം. മണ്ണീരയിൽ അടിക്കില്ല എന്ന് തോന്നണം. ഞാൻ കുറേ ഇട്ട് നോക്കി. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടനുസരിച്ച് അവരൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇട്ടാണ് കോലാനെ പിടിക്കുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. യെസ് അവന് മീനടിച്ചെന്ന് പറഞ്ഞ് അവന്മാരെ പറ്റിച്ച് അവന്മാരങ്ങോട്ട് ഓടിപ്പോയി. ഫസ്റ്റ് മീനടിച്ചുണ്ട്. കുറേ നേരമായി ഇവിടെ വന്നിട്ട്. ഫസ്റ്റിൻ്റെ പേര് കറക്റ്റ് അറിഞ്ഞൂടാ, പിലോപ്പിന്നാന്ന് തോന്നണേ. അങ്ങനെയാണ് പേര്, കമൻറ്റ് ചെയ്തേക്ക്. കുറേ നേരം വന്നിട്ട് ഒരു പരലിനെ കിട്ടി, വേറെ ഒരെണ്ണം ചെറുതാണ്. അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട്, കുറുവേനെ കിട്ടിയിട്ടുണ്ട്. കുറുവ പരലിനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഞങ്ങൾക്കൊരു ബ്രാലടിച്ചുണ്ട്. ഓ അടുത്ത സ്പോട്ടിലെത്തി. ഗൈസ് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ് കുറേ നേരങ്ങൾക്ക് ശേഷം ഒരു കറുപ്പിനെ കിട്ടി. നമ്മള് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്. വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. കുറച്ച് മീനെ കിട്ടിയുള്ളൂ, വീട്ടിൽ ചെന്നിട്ട് കാണിച്ചാൽ. നമ്മള് തിരിച്ച് വീട്ടിൽ പോവുകയാണ്. കുറേ സമയമായി.